അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാതാപിതാക്കളും അവരുടേതായ മക്കളെ പോറ്റി വളർത്തുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. എന്താണ് അങ്ങനെ പരാജയപ്പെടാൻ ഏറെ കാരണമെന്ന് ചോദിക്കുമ്പം അവർ തന്നെ പണ്ടപ്പോൾ ഏതോ ഒരു സമയത്ത് തുടങ്ങി വെച്ച ഏതാനും ചില കാര്യങ്ങളായിരിക്കും. നമ്മൾ തുടങ്ങി കൊടുക്കുന്നു, അവരത് അനുധാവനം ചെയ്യുന്നു. അവരെടുത്ത് നിന്ന് പിന്നെ നമ്മൾ ഒരിക്കലും മോചനമല്ലാത്ത അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അതിൽ കൂടുതലും ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുന്നു. ഇതിൽ നമ്മൾ ഒരു തിരിച്ചറിവിൻ്റെ ഘട്ടത്തിൽ ുള്ളത് ഇന്ന് നമ്മളത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമ്പം ഇന്നത്തേക്കാൾ വഷളാകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാനുള്ളത്. ഓരോ കുട്ടിക്കും അതിൻ്റേതായ പക്വതയും പാകതയും വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഓരോ രക്ഷിതാക്കളാണ്. നമ്മളിനിയും അതിൽ ആമാന്തം കാണിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ നന്നാകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മോൻ വളരെ മോശമാണ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞ് സമാധാനിക്കേണ്ട, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സന്ദേശമായി നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളല്ലേ നമ്മുടെ മക്കൾ ആരാ പഠിപ്പിക്കാനുള്ളത്? നമ്മൾ ഇത്രമേൽ അവരെ മോശമാക്കിയത് നമ്മളല്ലേ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം കിട്ടില്ല. രണ്ടാമതും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് ഫോൺ കൊടുത്തത് നമ്മളാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ത്വര ഉണ്ടാക്കാൻ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ, ടെൻഡൻസി ഉണ്ടാക്കാൻ നമ്മളാണ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ അവരകപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു വരുന്നത്. ഓരോ ഉമ്മമാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള മക്കളെ ഏതർത്ഥത്തിലാണോ നമ്മളതിനെ കൊണ്ടുപോകുന്നത്, ആ മക്കളെ കൊണ്ടുപോകുന്നത്, അതിനൊത്ത് അവർ വളരും. പക്ഷേ അവർക്കൊരു പ്രായമെത്തുമ്പോൾ പിന്നെ അതിൽ മാത്രമായി അവർ ചുരുങ്ങുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറയുക, എൻ്റെ മക്കൾ അതിൽ മാത്രമായിരിക്കുന്നു, ഗെയിമിൽ മാത്രമായിരിക്കുന്നു, അഡിക്റ്റ് ആയിരിക്കുന്നു. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചു കൊടുത്തത് നമ്മളാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മളൊന്ന് സമീപിക്കേണ്ടതുണ്ട്. മക്കളെ ചീത്ത പറയുമ്പോൾ ഷൗട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് ആത്മനിർവൃതി അടിയുന്ന ആളുകളോടൊന്ന് പറയട്ടെ, നമ്മൾ ചെയ്ത് കാണിക്കാത്ത പലതും അവർ ചെയ്ത് തുടങ്ങി. എപ്പോഴെന്നറിയോ? നമ്മൾ അതിൻ്റെ തുടക്കം കുറച്ച് കൊടുത്തുകൊണ്ടാണ്. ഒരു വർഷം നമ്മൾ കാണിക്കുക, അതിൻ്റെ പ്രോ വെർഷൻ അവരെടുത്ത് ഉപയോഗിക്കുന്നു എന്നല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മൾ ഇന്ന് കൈകൊണ്ടിട്ടില്ലെങ്കിൽ നാളെയുടെ ഒരു ജനറേഷൻ നമ്മുടെ കൈകളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. വെറുതെ നമ്മൾ ഒളിച്ചു വെച്ചൊരു കാര്യമില്ല. എല്ലാവരും പറയും മക്കളെ കൊണ്ട് നല്ലതേ പറയുള്ളൂ. ഞാനും പറയുന്നു മക്കളെ കൊണ്ട് നല്ലതേ പറയുള്ളൂ. മാതാപിതാക്കൾ ഇനിയും നല്ല രീതിക്ക് ചിന്തിച്ചിട്ടില്ല എങ്കിൽ 1% പോലും നമ്മുടെ മക്കളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്തൊരു ലോകക്രമത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോടാ ഇതൊക്കെ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം മാതാപിതാക്കൾ നന്നാകാതെ മക്കളിനി നന്നാവില്ല. പഴയ കാലത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, മക്കൾക്ക് ഭയങ്കര ആദരവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണുന്നില്ല. മാതാപിതാക്കൾ അവർക്ക് അവരുടെ ഉമ്മയോട് കൊടുക്കേണ്ട ആദരവേ നമ്മുടെ മക്കൾ ആ മാതാവിനെ അല്ലെങ്കിൽ ആ ആൾക്ക് കിട്ടുള്ളൂ. എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ശൈലിക്കനുസരിച്ച് ഈ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടും കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരവും വിചാരവും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരുപാട് കാലം ഒരുപാട് പ്രയാസങ്ങളൊക്കെ പറയുന്ന ആളുകളോട് പലപ്പോഴും ഞാൻ പറയുന്ന കാര്യം, എപ്പോഴും നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. തീരുമാനം എന്തുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മുടെ എല്ലാ അർത്ഥത്തിലും എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. പക്ഷേ അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്താൽ, അതിൻ്റെ പാരമ്യതയിൽ അത് ഉപയോഗപ്പെടുത്തിയാൽ ഏത് നാടാണ് നന്നാകാത്തത്? പക്ഷെ അതിനൊന്നും ആർക്കും നേരമില്ല. പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കൊള്ളാൻ അത്രമേൽ ആർക്കും ബുദ്ധിശേഷി ഇല്ല എന്ന് പറയുന്നതിന് പകരം അതിനെക്കുറിച്ച് അത്രയൊക്കെ മതി എന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം നഷ്ടപ്പെട്ടു പോയാൽ ഇന്ന് നമ്മളായിരിക്കും നേതൃത്വ സ്ഥാനത്ത്, നാളെ അവരാണ് നേതൃത്വ പദവിയിലേക്ക് വരേണ്ടത്. അവർ ഒന്നും അറിയാത്തവരായി മാറിയാൽ പിന്നെ അവർ നയിക്കേണ്ട ആളുകൾ എന്തുമാത്രം മതപ്പതിച്ചവരാകും. അപ്പം നമ്മളിൽ കൈവശമുള്ള അധികാരത്തെയും നമ്മളിൽ അള്ളാഹു സമർപ്പിച്ചു തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെയും ഉപയോഗപ്പെടുത്തി മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ അവൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ നന്നാകുമെന്ന് പറയുന്ന രക്ഷിതാക്കളോടൊന്ന് ചോദിക്കട്ടെ, എല്ലാം അവൻ തിരിച്ചറിഞ്ഞ് നന്നാകുമെന്ന പ്രതീക്ഷിക്കുന്ന മക്കളെ ഉപ്പമാരോടൊന്ന് ചോദിക്കട്ടെ, അവർ തിരിച്ചറിയുന്നൊരു സംഭവം എങ്ങനെ എപ്പോഴാണ് ഉണ്ടാകുക? ഒരു റോഡിൻ്റെ നടുവിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വാഹനം വരുമ്പോൾ അത് തട്ടിയിട്ട് തിരിച്ചറിവുണ്ടാകുമ്പം അടുത്ത പ്രാവശ്യം അതിൻ്റെ നടുവെങ്കില്ല റോഡിൻ്റെ സൈഡിലൂടെ പോകും എന്നാണോ ഈ തിരിച്ചറിവ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? അല്ല. അതുകൊണ്ട് തിരിച്ചറിവ് കൊടുക്കേണ്ടവർ നമ്മൾ ഓരോരുത്തരും അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ കൊടുക്കേണ്ടത് കൊടുത്ത്, അത് പറയേണ്ടത് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരും മാത്രമേ സമൂഹത്തിനും നാടിനും മാതാപിതാക്കൾക്കും അതേപോലെ നല്ലവരായിട്ട് സമൂഹത്തിൽ ഒരാളായിട്ടും കാണാൻ കഴിയുള്ളൂ. എല്ലാവർക്കും നല്ല മക്കൾ ഉണ്ടാകട്ടെ, അവർ വളർന്നു വരുന്ന മക്കളൊക്കെ സ്വാലിഹീങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.